തെന്നിന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ചരിത്രം പിറന്നിരിക്കുകയാണ്. അഭ്യൂഹങ്ങൾക്കും കാത്തിരിപ്പുകൾക്കും വിരാമിട്ട് തമിഴ് ജനതയുടെ പ്രിയപ്പെട്ട ദളപതി സി ജോസഫ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചെന്നൈയിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ 10,000-ങ്ങളെ സാക്ഷിയാക്കി നടന്ന ആ ചടങ്ങ് തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു വൻ വഴിത്തിരിവായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ സുപ്രധാന ചടങ്ങ് ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇന്ന് കണ്ടത് തമിഴ് രാഷ്ട്രീയത്തിന്റെ പുതിയൊരു ഉദയമാണ്. രാവിലെ 10 മണിയോടെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ മുന്നാകെ തമിഴ് ജനതയുടെ പ്രിയപ്പെട്ട ദളപതി സി ജോസഫ് വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നതോടെ തമിഴകം ഒന്നാകെ ആഘോഷ ലഹരിയിലായി. 120 MLA-മാരുടെ വ്യക്തമായ പിന്തുണയോടെയാണ് TVK സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. DMK-യും ADMK-യും കോട്ടകൾ തകർത്ത് ജനവിധി നേടിയെത്തിയ ഈ പുതിയ സർക്കാരിന്റെ ഓരോ നീക്കവും ഉറ്റുനോക്കുകയാണ് രാജ്യം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ പ്രമുഖർ ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ നേരിട്ടെത്തിയിരുന്നു. വിജയോടൊപ്പം 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ഇതിലേറ്റവും ശ്രദ്ധേയമായത് മന്ത്രിസഭയിലെ പുതുമുഖവും യുവരക്തവുമായ സെൽവി എസ് കീർത്തനയാണ്. ശിവകാശിയിൽ നിന്നുള്ള MLA ആയ കീർത്തന വെറും 29 വയസ്സിൽ മന്ത്രിസ്ഥാനത്തെത്തി. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള മന്ത്രി എന്ന റെക്കോർഡും ഇതോടെ കീർത്തനയ്ക്ക് സ്വന്തമായി. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത ദേശീയ നേതാക്കളും പുതിയ മന്ത്രിമാരുടെ ചടങ്ങിന്റെ ഗാംഭീര്യം കൂട്ടി. സത്യപ്രതിജ്ഞാ ചടങ്ങ് അവസാനിച്ച ഉടൻ തന്നെ ഭരണകാര്യങ്ങളിലേക്ക് കടന്ന മുഖ്യമന്ത്രി വിജയ് തനിക്ക് സഹായികളായി 2 സെക്രട്ടറിമാരെയും നിയമിച്ചു കഴിഞ്ഞു. സിനിമയിലെ മാസ് എൻട്രി പോലെ തന്നെ ഭരണത്തിലും വിജയ് തന്റെ വേഗത തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആഘോഷപൂർവ്വമായ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് അവസാനിച്ചെങ്കിലും സ്റ്റേഡിയത്തിന് പുറത്ത് തമിഴ്നാട് രാഷ്ട്രീയം പുകയുകയായിരുന്നു. ചടങ്ങിൽ ആലപിച്ച വന്ദേ മാതരമാണ് ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയ തർക്കത്തിന് വഴിവെച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്ത്തായ് വാഴ്ത്ത് അവഗണിച്ച് വന്ദേമാതരം ആലപിച്ചു എന്ന് ആരോപിച്ച് DMK-യും CPI-യും രംഗത്തെത്തി കഴിഞ്ഞു. വന്ദേമാതരം ചൊല്ലിയതിനെ വിമർശിച്ച് DMK-യും CPI-യും രംഗത്തെത്തിയത് സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ കരുനികൾ വീഴ്ത്തിയിരിക്കുകയാണ്. വന്ദേമാതരം ആലപിച്ച് വിജയ് BJP-യെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നാണ് DMK-യുടെ പ്രധാന ആരോപണം. ബംഗാളിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോലും വന്ദേമാതരം ആലപിച്ചിരുന്നില്ലെന്ന് DMK ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. എന്നാൽ ഇതിനെ ശക്തമായ മറുപടിയായി TVK പ്രവർത്തകരും രംഗത്തുണ്ട്. 2021-ലെ സ്റ്റാലിന്റെ സത്യപ്രതിജ്ഞാ വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് അവർ മറുപടി നൽകുന്നത്. അന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചുമതലയേറ്റ ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ചത് അവർ ഓർപ്പിക്കുന്നു. അതേസമയം പ്രോട്ടോകോളിൽ വന്ന ഈ മാറ്റത്തിന് കാരണം അറിയണമെന്നാണ് CPI ആവശ്യപ്പെടുന്നത്. തമിഴ്ത്താഴ് വാഴ്ത്ത് മൂന്നാമതായി പോയത് സംസ്ഥാനത്തിന്റെ പാരമ്പര്യത്തിന് നിരക്കാത്തതാണെന്നും നിയമസഭയിൽ തമിഴ്ത്താഴ് വാഴ്ത്ത് ആദ്യം തന്നെ ആലപിക്കണമെന്നും അവർ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ DMK TVK സൈബർ പോര് മുറുകുന്നതോടെ തമിഴ് രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ്. ഈ തർക്കങ്ങൾക്കിടയിലും രാഷ്ട്രീയ മര്യാദ കൈവിടാതെ MK സ്റ്റാലിൻ ആശംസകൾ നേർന്നെങ്കിലും അതിൽ ചില മുനകൾ ഉണ്ടായിരുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ തന്നെ 2 സെക്രട്ടറിമാരെ നിയമിച്ച് വിജയ് തന്റെ ഭരണം ആരംഭിച്ചു കഴിഞ്ഞു. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്ന് തമിഴ്നാടിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് സി ജോസഫ് വിജയ് നടന്നു കയറുമ്പോൾ അത് വെറുമൊരു അധികാര കൈമാറ്റമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി ദ്രാവിഡ കക്ഷികൾ മാറി മാറി ഭരിച്ച ഒരു സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ മനഃശാസ്ത്രത്തിൽ സംഭവിക്കുന്ന വലിയൊരു മാറ്റമാണ്. എന്നാൽ ഈ അധികാരമേറ്റ് മണിക്കൂറുകൾക്കകം തന്നെ ഉയർന്നു വന്ന വന്ദേമാതരം വിവാദം ഈ പാത അത്ര സുഗമമാകില്ല എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഭരണം തുടങ്ങി മിനിറ്റുകൾക്കകം തന്നെ 2 സെക്രട്ടറിമാരെ നിയമിച്ച് ഭരണം തുടങ്ങി വിജയ് താൻ വെറുമൊരു കാഴ്ചക്കാരനല്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞു. സെൽവി എസ് കീർത്തനെ പോലെയുള്ള യുവജന പ്രതിനിധികളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് മാറ്റത്തിന്റെ ലക്ഷണമായി കാണാമെങ്കിലും വരും ദിവസങ്ങളിൽ സഭയ്ക്കുള്ളിൽ DMK ഉയർത്തുന്ന വെല്ലുവിളികൾ TVK എങ്ങനെ നേരിടുമെന്നത് നിർണായകരമാണ്. MK സ്റ്റാലിന്റെ മുനവെച്ച ആശംസകളും അതിന് TVK ഹാൻഡിലുകൾ നൽകുന്ന മറുപടിയും തമിഴ്നാട് രാഷ്ട്രീയം ഒരു പുതിയ സൈബർ യുദ്ധത്തിലേക്ക് കൂടി കടക്കുകയാണെന്നുള്ള വ്യക്തമായ സൂചനയാണ്. DMK-യും TVK-യും തമ്മിലുള്ള ഈ പോര് കേവലം വരികൾക്കിടയിലുള്ള തർക്കമല്ല, മറിച്ച് തമിഴ് വികാരം ആരുടെ പക്ഷത്താണെന്ന് തെളിയിക്കാനുള്ള വലിയൊരു മത്സരമാണ്.